എല്ലാവരും ഗ്രൂപ്പായി തിരിച്ചില്ലേ? എല്ലാവരെയും ഇത്ര 4 ഗ്രൂപ്പായി തിരിഞ്ഞു അല്ലേ? ഓക്കെ. നമ്മളിപ്പം ക്ലാസ്സിൽ വന്നിട്ട് കുറേ പേര് കുറേ അക്ഷരങ്ങളൊക്കെ പഠിച്ചല്ലോ, കുറേ പാട്ടുകളും പഠിച്ചു. ഇനി നമുക്ക് ഒരു പുതിയ കളി കളിക്കാം. ഇപ്പോൾ ഇവിടെ റെഡിയാണോ? അപ്പം ഇതിന് 4 ഗ്രൂപ്പും റെഡിയാണല്ലോ. 4 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞുള്ളൊരു കളിയാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ് ആരാ? നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. ഒന്നുമില്ല, ഒരു കാർഡാണ്. ഇതിൻ്റെ ലീഡർ ആരാ? വാ. ഇതിൽ കുറേ അക്ഷരങ്ങളുള്ള വാക്കുകൾ എഴുതിയ കാർഡ്സാണ്. ഇത് നിങ്ങളുടെ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് കൊടുക്കണം. അടുത്ത ഞാൻ പറയാം ബാക്കി ഇൻസ്ട്രക്ഷന്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഓക്കെ, മോനാണോ ലീഡർ? അപ്പം എല്ലാവരും അറിയാമല്ലോ, ഗ്രൂപ്പിലുള്ള ആൾക്കാരെ അവർക്ക് കൊടുക്കണം ഓരോ കാർഡ്സ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഗ്രൂപ്പുകാർ ഓരോ സ്ഥലങ്ങളിൽ 3 ഗ്രൂപ്പ് മാറി മാറി ഇരുന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ കാർഡ്സ് വെച്ചിട്ട് ഒരു വരി ഉണ്ടാക്കണം. നമ്മൾ ഒരുപാട് പാട്ടൊക്കെ പഠിച്ചിട്ടില്ലേ? ആ പാട്ടിൽ ഒരു വരി, നമ്മൾ പഠിച്ച പാട്ടൊന്നും നല്ലത്, ഈ കാർഡ്സ് കൊണ്ട് നിങ്ങൾ ഒരു വരി ഉണ്ടാക്കണം. ആ വരി ഉണ്ടാക്കിയിട്ട് നമ്മളോട് പറയണം, എഴുതുകയും ചെയ്യണം. റെഡിയാണോ? ഇതാണ് നമ്മുടെ കളി. എല്ലാവരും കാർഡ്സ് എടുത്ത് വരികൾ ഉണ്ടാക്കിയോ? നല്ല വരികളാണ് എല്ലാവരും കറക്റ്റാണ് ഉണ്ടാക്കിയല്ലേ? നമുക്ക് നോക്കാം ഇതൊരു പാട്ടാണെന്നല്ലേ? ഞാനൊന്ന് എഴുതാം. നമ്മളൊന്ന് കുറച്ച് ചെറുതായിരുന്നു വായി പറഞ്ഞേ. ഹായ്. അടുത്ത വരി നമുക്ക് ഈ ഗ്രൂപ്പുകാരെ കൊണ്ട് ചെയ്യിക്കാം. നിങ്ങൾ എഴുതിയാണല്ലോ, വരി റെഡിയാണല്ലോ നിങ്ങളുടെ കയ്യിൽ? മോള് വാ, ഫാത്തിമ വാ. നമ്മുടെ ഓക്കെ, ഈ ആദ്യത്തെ ലൈന് നമുക്ക് കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റുമോ? നോക്ക്, ഇപ്പം ഇതെന്താ കാണുന്നത്? ഹായ് ഹായ് ഹായ്, എന്തൊരു ചന്തം തുമ്പികൾ നീളെ നിറന്നല്ലോ അല്ലേ? ഒരു കവിതയുടെ രൂപത്തിൽ, ഒരു പാട്ടിന്റെ രൂപത്തിൽ അത് നന്നാക്കാൻ പറ്റുമെന്ന് നോക്കിയേ നിങ്ങൾ. ഹായ് 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 എങ്ങനെയാന്നോട് പാടിക്കേ, മൊത്തം പാടിക്കേ. തുമ്പികൾ നീളെ ഹായ് ഹായ് ഹായ്. ഇപ്പൊ നല്ലൊരു വാക്ക് കിട്ടിയില്ലേ? നല്ലൊരു കവിതയുടെ വാക്ക് കിട്ടില്ലേ? അങ്ങനെ നമുക്കിത് കിട്ടണം. ഇതിലോ രണ്ടാമത്തെ വരിയിലോ? അത് നല്ല വാക്ക് തന്നെയല്ലേ? അത് മാറ്റമൊന്നും വേണ്ടല്ലേ? മൂന്നാമത്തേതിലോ നോക്ക്, എന്തേലും വേണം? നല്ല വാക്കല്ലേ അത്? നല്ല ലൈനല്ലേ? പൂവിൻ പൂമ്പൊടി നുകരാനായി പൂമ്പാറ്റകളും വന്നല്ലോ. നല്ല ലൈനല്ലേ? ലാസ്റ്റത്തെയോ? ഞാനും കൂടെ അവരുടെ കൂടെ കളിയാടാൻ പൊയ്ക്കോട്ടെ. ശരിയാണോ? കുറച്ചുകൂടെ നന്നാക്കാം നമുക്കല്ലേ? എങ്ങനെയാന്ന് പറഞ്ഞേ? പോരാ, ഒന്നുകൂടെ നന്നാക്കാം. ഒന്നുകൂടെ ഉണ്ട്. കളിയാടാൻ ഒന്നുകൂടെ നന്നാക്കിയേ. നമുക്ക് ആദ്യം അവരുടെ കൂടെ, അവരുടെ കൂടെ, അവരുടെ കൂടെ കളിയാടാൻ ഞാനും കൂടെ പോയിക്കോട്ടെ. ഓക്കെ, ഇത് ഇങ്ങനെ എഴുതുന്നില്ല, ഈ വരികൾ ഒന്ന് മാറ്റിയാൽ കുറച്ചുകൂടെ നല്ലതാകും ഈ കവിത. വരികൾ നോക്കിയേ. എന്തൊരു ചന്തം
തുമ്പികൾ നീളെ നിറന്നല്ലോ എന്ന് വന്നപ്പോഴത്തേക്കും ഇത് ആദ്യം വന്നല്ലോ. അതിന് മുമ്പ് വരേണ്ട വരികളുണ്ട് ഇവിടെ, അത് ഇടയ്ക്കായിപ്പോയി അല്ലേ? അങ്ങനെ ആ ഓർഡറായിട്ട് ഈ കവിത ഒന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ നോക്കിയേ. ശരിയായിട്ട് നിങ്ങൾ ഈ കവിത പൂർണ്ണ രൂപത്തിൽ എഴുതി തരണം. റെഡിയാണോ? ഓക്കെ ഓക്കെ. നമുക്ക് ആ പാട്ടൊന്ന് പാടിയാലോ? അമ്മേ നമ്മുടെ തോട്ടത്തിൽ നിറയെ പൂക്കൾ വിരിഞ്ഞല്ലോ, പൂവിൻ പൂങ്കൊടി നുകരാനായി പൂമ്പാറ്റകളും വന്നല്ലോ, പൂമ്പാറ്റകളും വന്നല്ലോ.